നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രഭാത ഭക്ഷണം എന്താണ്? പുട്ടിൻ്റെ കൂടെ പഴം കമ്പൈൻ ചെയ്ത് കഴിക്കുക. മലയാളികൾ പുട്ടും പഴവും കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല പ്രഭാത ഭക്ഷണമായിട്ട്. പക്ഷേ ഈ പുട്ടും പഴവും ഷുഗർ പേഷ്യൻസ് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുട്ടിൻ്റെ കൂടെ പഴം കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ഷുഗർ ലെവൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് പേഷ്യൻസിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് പുട്ടും പഴവും കൂടെ കഴിക്കുമ്പോൾ അവരുടെ ഷുഗർ ലെവൽ കുറച്ച് വ്യത്യാസമാവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊരു ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയ പഠനപ്രകാരം എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീനായിട്ട് കമ്പൈൻ ചെയ്യണം. പക്ഷെ പുട്ടും പഴത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? പുട്ടെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഒരു ചെറിയ കഷ്ണം പുട്ട് ഒരു അരക്കപ്പ് ചോറിന് തുല്യമാണ്. അപ്പം അതിൻ്റെ കൂടെ പഴം കമ്പൈൻ ചെയ്യുമ്പോഴോ ചോറും പഴം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു ഇഫക്റ്റാണ് ബോഡിക്ക് കിട്ടണേ. അപ്പം എന്ത് സംഭവിക്കും? ഷുഗർ കൂടും. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള പുട്ടും കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള പഴമാണ് കമ്പൈൻ ചെയ്യണത്. പക്ഷെ എന്താണ് ബെസ്റ്റ് കോമ്പിനേഷൻ? പുട്ടിൻ്റെ കൂടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കടലയാവാം, ചെറുപയറാവാം, വൻപയറാവാം, മുട്ടയാവാം. ഇത് കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ വലിയ വ്യത്യാസം കാണാറില്ല. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്.